ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭമാസത്തിലെ ഷഷ്ടി ദിവസമാണ് നാളെ, അതായത് വളർപ്പിറ ഷഷ്ടി എന്ന് പറയും. അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 6-ാം ദിനത്തെയാണ് ഷഷ്ടി ദിവസമായിട്ട് ആചരിക്കുന്നത്. പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന ഷഷ്ടിയെ നമ്മൾ തേയ്പിറ ഷഷ്ടി എന്നും, അമാവാസ അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടി ദിവസത്തെ 6-ാം ദിവസത്തെ നമ്മൾ വളർപ്പിറ ഷഷ്ടി എന്നും പറയുന്നുണ്ട്. ഒരുപാട് പേർ നമ്മുടെ തുലാമാസത്തിലെ മഹാസ്കന്ധ ഷഷ്ടി മുതൽക്ക് വ്രതം അനുഷ്ഠിച്ച്, ഓരോ ഷഷ്ടിയും വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരുണ്ട്. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് നമ്മൾ സന്താന ഭാഗ്യത്തിന് വേണ്ടിയും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും മാത്രമാണോ നമ്മൾ എടുക്കേണ്ടത് എന്ന്. ഒരിക്കലുമല്ല. മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരൊരാൾ ഷഷ്ടിവ്രതം പരിപൂർണമായും അനുഷ്ഠിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം, അവർക്ക് എന്താണ് ഒരു ജീവിതത്തിന് ആവശ്യം, അതെല്ലാം തന്നെ മുരുക ഭഗവാൻ നിറവേറ്റി കൊടുക്കും. ചോദിക്കണം എന്ന് പോലും നിർബന്ധമില്ല. നമുക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് പണമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടാനാണെങ്കിലും സന്താന ഭാഗ്യമാണെങ്കിലും വിദേശ യാത്രയ്ക്ക് വേണ്ടിയാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴും കന്താ എന്ന് വിളിക്കണമെന്ന ആഗ്രഹമാണെങ്കിലും, ഇങ്ങനെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കും നമ്മുടെ മുരുക ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഷഷ്ടി വ്രത ദിവസത്തിൽ പലർക്കും ഷഷ്ടി അനുഷ്ഠിക്കുവാൻ സാധിക്കും, മറ്റു ചിലർക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരുപാട് പേരുണ്ട് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ ഒന്ന് ദർശനം ചെയ്തെങ്കിലും വരുവാനായിട്ട് ശ്രമിക്കുക. അതിനും സാധിക്കില്ല, പീരിയഡ്സ് ആണ് എന്ന് പറയുന്നവർ, നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മുരുക 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 എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രമോ ജപിച്ചുകൊണ്ടേയിരിക്കുക. എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ട് ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ചൊല്ലാം. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്, ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ശുദ്ധമായിരിക്കുന്ന സമയത്ത്, അതായത് നാളെ ഒരു പക്ഷേ നോൺ വെജ് കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെയെങ്കിലും നമ്മൾ വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമല്ലോ. ആ സമയത്താണെങ്കിൽ പോലും നമുക്ക് ചൊല്ലാവുന്ന ഒരു എളിമയാർന്ന മുരുക മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് വെച്ച് മുരുക ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ 36 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രമാണ്. ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടണമെന്ന് മനസ്സിൽ കരുതിയാണെങ്കിലും, ഇനി അഥവാ എൻ്റെ ജീവിതം എപ്പോഴും ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, വേൽമാറൽ ജപിക്കുന്നുണ്ട്, തിരുപ്പുകൾ ചൊല്ലുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ള കാര്യം. ഒരു 10 ദിവസമോ 11 ദിവസമോ വേൽമാറൽ മഹാമന്ത്രം ജപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സാധ്യമാകുമായിരിക്കും. എങ്കിലും നമ്മൾ അത് നേടിയെടുക്കുന്നത് വരെയും ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ മുരുക ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഏതൊരു കാര്യങ്ങൾ നേടിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇനി വേറെ ഏത് ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമുക്ക് ആ മന്ത്രത്തിൽ പരിപൂർണമായ വിശ്വാസം വേണം. ഈ മന്ത്രം നമ്മൾ ആർക്കു വേണ്ടിയാണോ ജപിക്കുന്നത് അവരിൽ നമ്മൾക്ക് പരിപൂർണമായ വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ കരുതിയിരിക്കുന്നത് അത് നിറവേറി കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മൾ ജപിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കിത് നടക്കില്ല, ഇതെൻ്റെ വിധിയാണ്, ഇനി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നു കരുതിയാണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്, വിധിയെപ്പോലും മാറ്റി എഴുതുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കന്ദ ഭഗവാൻ തന്നെയാണ്. കന്ദനെ മനസ്സിൽ ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും, കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും എന്നെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കന്ദ ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മന്ത്രം ജപിക്കുകയാണെങ്കിലും ജപിച്ചില്ലെങ്കിലും നമുക്കെല്ലാവർക്കും തന്നെ കർമ്മഫലങ്ങൾ എന്നൊന്നുണ്ടാകും. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഈ കർമ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളിലേക്ക് തിരിച്ചെത്തും, നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങളിലേക്ക് തിരിച്ചെത്തും. അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ കർമ്മ എന്ന് പറഞ്ഞാൽ എന്ന്. അപ്പോൾ അതിന് മറുപടിയായിട്ട് മന്ത്രി പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് ഈ കർമ്മ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു.
ഉടൻ തന്നെ ചക്രവർത്തി ചോദിച്ചു, അങ്ങനെ എന്താണ്, അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ ഉടൻ തന്നെ അടുത്തു നിൽക്കുന്ന ബീർബലിനെ ഒരു കരണം നോക്കി ഒരൊറ്റ അടി കൊടുത്തു. അദ്ദേഹം നല്ല വേദനിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട്, ചക്രവർത്തിയാണ്, തിരിച്ചടിക്കാൻ സാധിക്കില്ല, അപ്പോൾ ചിരിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് തന്നെ കൊട്ടാരത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആ ഒരു കാവൽക്കാരനെ ബീർബൽ പെട്ടെന്ന്, അതായത് അക്ബർ ചക്രവർത്തി അടിക്കാൻ സാധിക്കാത്ത ദേഷ്യം അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ്റെ കരണത്താണ് കാണിച്ചത്. അയാളും വേദനയോടുകൂടി എന്തിനാ എന്നെ അടിച്ചത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബീർബൽ വളരെ ചിരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ചക്രവർത്തി ഒരു കാര്യം എന്നോട് പറഞ്ഞു, അത് ഇതാണ്: അടി വാങ്ങിച്ച ആൾ വീണ്ടും വേറെ ആരെയാണോ ആദ്യം കാണുന്നത് അവരെ അടിക്കണം എന്നുള്ള കാര്യം. ഇതൊരു ഗെയിമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബീർബൽ അവിടെ നിന്ന് പോയി. ഇത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ചക്രവർത്തി ഇതൊന്നും അറിയുന്നില്ല. ഒരു ദിവസം അയാൾ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടി കൊണ്ടു. എന്നെ ചക്രവർത്തിയായി എന്നെ അടിക്കാൻ ആരാണ് ഉള്ളത് എന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ റാണി അവിടെ നിൽക്കുന്നു. എന്തിനാ റാണി എന്നെ അടിച്ച് എന്ന് ചോദിക്കുമ്പോൾ ചക്രവർത്തിക്ക് അറിയില്ല, ഈ ഗെയിമാണ് അല്ലെങ്കിൽ ഈ കളിയാണ് ഇവിടെ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്, ആരാണോ ആദ്യം കാണുന്നത് അവരെ അടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇതാണ് കർമ്മ. അപ്പോഴാണ് അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായത്. ബീർബലിനോട് പിറ്റേ ദിവസം പോയിട്ട് മാപ്പും ചോദിക്കുകയും ചെയ്തു. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഏത് വിധേനയും നമ്മളിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാനിവിടെ അറിയിക്കുവാൻ വേണ്ടി ഈ ചെറിയ കഥ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നന്മകൾ ചെയ്യുകയാണെങ്കിലും തിന്മകൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റേതായ കർമ്മഫലങ്ങൾ അനുഭവിച്ചേ തീരുകയുള്ളൂ. പക്ഷേ ഈ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറയുവാൻ വേണ്ടിയും ആ കർമ്മഫലത്തിൻ്റെ വീര്യം നമ്മളിൽ നിന്നും ഇല്ലാതായി പോകുവാൻ വേണ്ടിയുമാണ് നമ്മൾ ആരെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്? സാക്ഷാൽ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്. ഏതൊരു മുരുക ഭക്തനാണെങ്കിലും അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല, കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. ഇനി അതുമാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികളെക്കുറിച്ച് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സാധുക്കൾ, സന്യാസിമാർ എന്നിവ പറയുമ്പോൾ അവർ മുരുക ഭഗവാനെ തൊഴുതാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. കാരണം എല്ലാവരും തന്നെ മുരുക ഭക്തന്മാരാണ്, മുരുക ഭഗവാനെ തൊഴുതിയ വ്യക്തികളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽപ്പെടുന്ന ആൾ തന്നെയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികളും. ജീവിതം മതിയാക്കുവാൻ വേണ്ടി തിരുവണ്ണാമല ഉച്ചിയിൽ നിന്ന്, ഗോപുരത്തിൻ്റെ നെറുകയിൽ നിന്ന് താഴെ ചാടി മരിക്കുവാൻ നിൽക്കുമ്പോൾ മുരുക ഭഗവാൻ അവരെ ചേർത്ത് പിടിക്കുകയും എന്നെക്കുറിച്ച് ഒരു പാട്ട് പാടൂ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ വശത്ത് പോലും പോകാത്ത എന്നെ കൊണ്ട് എങ്ങനെയാണ് പാടുവാൻ സാധിക്കുക എന്ന് ചോദിക്കുകയും അപ്പോൾ തന്നെ മുരുക ഭഗവാൻ നാവിൽ ഓം എന്നുള്ള പ്രണവമന്ത്രം എഴുതി കൊടുക്കുകയും മുത്ത് എന്ന് തുടങ്ങുന്ന വാക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. ഈ കഥകളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളാണ്. മുത്ത് എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും രത്നമാണെങ്കിലും അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റേതായ പദം വരുത്തണം. പക്ഷേ മുത്ത് എന്നുള്ളതാണ് അതിൻ്റെ ജന്മനാ തന്നെ നമുക്ക് തിളങ്ങി നിൽക്കുന്ന ഒന്നായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മുരുക ഭഗവാൻ നമ്മുടെ മുൻപിൽ തിളങ്ങി നിൽക്കുകയാണ് എന്നാണ് ആ മുത്ത് എന്നുള്ള വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് കൃപാനന്ദ വാര്യർ സ്വാമികൾ, അതായത് അരുണഗിരിനാഥർ സ്വാമിയുടെ ശിഷ്യൻ കൃപാനന്ദ വാര്യർ സ്വാമികൾ പറഞ്ഞ വരികളാണ്. അരുണഗിരിനാഥർ സ്വാമിയുടെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ പാമ്പൻ സ്വാമിയുണ്ട്, പാമ്പൻ സ്വാമിയുടെ ശിഷ്യൻ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ശിഷ്യൻ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ അവസാനത്തേതായിട്ട് കൃപാനന്ദ വാര്യർ സ്വാമികളായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് വ്യാഴാഴ്ച പ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ചെന്നൈ തിരുവാൺമയാറിലുള്ള പാമ്പൻ സ്വാമികളുടെ ജീവസമാധി ദർശനം ചെയ്യുവാൻ സാധിച്ചു. ഞാനതിൻ്റെ വീഡിയോ ഇവിടെ കാണിക്കാം. ഞാൻ മനസ്സിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് കരുതിയിരുന്ന ഒന്നാണ് പാമ്പൻ സ്വാമികളുടെ മഹാസന്നിധി കാണണം എന്നുള്ള കാര്യം. ഒരുപാട് പ്രാവശ്യം ഭോഗരുടെ സന്നിധി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണക്കംപെട്ടി സ്വാമിയുടെ സന്നിധിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പാമ്പൻ സ്വാമികളുടെ സന്നിധിയിലേക്ക് എനിക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല. പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. എനിക്ക് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗുരുവാരം. നമുക്ക് ഈ ഗുരുവാരത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ പാമ്പൻ സ്വാമികളുടെ തിരുസന്നിധിയിലേക്ക് ദർശനം ചെയ്തു. പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ഒരു മഹത്തായ അനുഭവമാണ് നമുക്കന്ന് അവിടെ ഉണ്ടായത്. സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദർശനം കൂടിയായിരുന്നു. ഭഗവാനെ കാണുമെന്നോ ഭഗവാനെ കാണണമെന്നോ മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുമാത്രമല്ല, നമുക്കവിടെ പോയി നിന്ന് തൊഴുതുന്ന സമയത്ത് എന്താണ് തൊഴുതേണ്ടത്, എങ്ങനെയാണ് തൊഴുതേണ്ടത് എന്ന് പോലും അറിയാതെ ഭ്രമിച്ചു പോയി നിൽക്കേണ്ട ഒരവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഭഗവാനോട് ചോദിച്ചുള്ളൂ. ഒരു പക്ഷേ എനിക്കത് ഭഗവാൻ തന്ന ഒരു അരുൾവാക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നാൽ, എന്നും സർവ്വസദാസമയവും മുരുക എന്നുള്ള തിരുനാമം എൻ്റെ
നാവിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ടിരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ഭഗവാനേ എന്നുള്ള കാര്യം. അത് ഞാൻ എങ്ങനെയാണ് ചോദിച്ചത് എന്ന് പോലും എനിക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആ ഒരു തിരുനാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞ് മുകളിലേക്ക് നോക്കിയ സമയത്താണ് പാമ്പൻ സ്വാമികളുടെ ഏറ്റവും മഹത്തായ വചനം എന്ന് പറയുന്ന എന്നെ ആദരിക്കും പരമരഹസ്യ ശക്തി എന്നെ നമ്പിനോരെയും ആദരിക്കും എന്നുള്ള കാര്യം. അതായത് എന്നെ ഇതുവരെയും കാത്തുരക്ഷിച്ച പരമരഹസ്യമായ മുരുക ഭഗവാന്റെ ശക്തി എന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാളെയും കൈവിടില്ല എന്നുള്ള കാര്യം നമ്മുടെ പാമ്പൻ സ്വാമികൾ മുരുക ഭഗവാനോട് മരണം വരെയും ചോദിച്ചിരുന്ന ഒരു കാര്യം കൂടി ഇതാണത്രേ. അതായത് എന്നെ വിശ്വസിച്ച് മുരുക എന്ന ആരൊരാൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് എനിക്കെങ്ങനെയാണോ അനുഗ്രഹം തന്നത് അതുപോലുള്ള അനുഗ്രഹം കൊടുക്കണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ എന്ന് പറയുന്നത്. മുത്തൈ എന്നുള്ള ആ ഒരു 2 വാക്ക് എടുത്തു കൊടുത്തതിന് ശേഷം അരുണഗിരിനാഥർ സ്വാമികളുടെ മുന്നിൽ നിന്നും മറഞ്ഞ നമ്മുടെ ഷൺമുഖർ പിന്നീട് 12 വർഷത്തെ തപസ്സിന് ശേഷമാണ് അരുണഗിരിനാഥർ സ്വാമികൾക്ക് അനുഗ്രഹം കൊടുത്തത്. അതായത് 2 കൈകൾ കൊണ്ട് താങ്ങി പിടിക്കുകയും തൻ്റെ നാവിൽ ഓം എന്ന് എഴുതി കൊടുക്കുകയും മുരുക ഭഗവാനെ അടുത്ത് നിന്ന് സ്പർശിക്കുവാൻ സാധിക്കുകയും ചെയ്ത അരുണഗിരിനാഥർ സ്വാമികൾക്ക് പോലും 12 വർഷത്തെ ആ ഒരു കഠിന തപസ്സിലൂടെയാണ് വീണ്ടും ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നീട് നമ്മൾ തന്നെ പറയണം ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എത്രമാത്രം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ചെറുതോ വലുതോ ആയ പല വിധത്തിലുള്ള തെറ്റുകൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മുൻപിൽ 1, 2, 3 ദിവസം കൊണ്ട് മുരുക ഭഗവാൻ അനുഗ്രഹം തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മന്ത്രമാണെങ്കിലും പൂജകളാണെങ്കിലും വഴിപാടുകളാണെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്രമാത്രം പൂജകളും വഴിപാടുകളും ചെയ്യുന്നുവോ അത്രയും വേഗതയിൽ മയിൽ വാഹനത്തിൽ നമ്മുടെ മുരുക ഭഗവാൻ നമ്മുടെ മുൻപിൽ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മുരുക ഭഗവാന്റെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും. മുരുക ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുവാനാണ് തോന്നുന്നത്. ഇനിയും നാളെ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ അതിലേക്ക് കടക്കാം. അതായത് ഞാൻ എന്താണ് പറഞ്ഞു വന്നത് എന്നാൽ ഒരു തവണ ചൊല്ലിയതുകൊണ്ടോ 2 തവണ ചൊല്ലിയതുകൊണ്ടോ വേൽമാറലും തിരുപ്പുകഴാണെങ്കിലും നമ്മൾ 1, 2 പ്രാവശ്യം ജപിച്ച് എന്തേ ഞാൻ ജപിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സ് തളരാതെ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും ഭഗവാന്റെ തിരുനാമം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും ഭഗവാൻ മയിലേറി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ ഷഷ്ഠി ദിവസത്തിൽ നിങ്ങൾക്ക് എപ്പോഴും വഴിപാടുകളും പൂജകളും പ്രാർത്ഥനകളും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും രാവിലെയോ വൈകുന്നേരത്തോ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ ഇനി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ടോ ഞാൻ ഇവിടെ പറയുന്ന ഈ 4 വരി മന്ത്രം നിങ്ങൾ ജപിക്കുക. വളരെ ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായ ശരീരത്തോടുകൂടിയും മാത്രം ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നാളെ മുതൽക്ക് നിങ്ങൾ 6 ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം മുരുക കന്ദ കടമ്പ കതിർവേല ശരവണഭവായ നമ. ഓം മുരുക കന്ദ കടമ്പ കതിർവേല ശരവണഭവായ നമ. ഈ മന്ത്രമാണ് നാളെ ജപിക്കേണ്ടത്. നാളെ മാത്രമല്ല 6 ദിവസം രാവിലെയോ വൈകുന്നേരമോ 36 പ്രാവശ്യം മനസ്സുരുകി ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിലും അത് തീർത്തു തരും നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാൻ എന്നാണ് ഞാനിവിടെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. നാളെ വളർപ്പിറ ഷഷ്ഠിയാണ്. ഈ ഷഷ്ഠി ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. അതും നമ്മുടെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കി നമ്മുടെ യോഗം, അതായത് രാജയോഗം എന്ന് പറയുന്നത്, ആ യോഗത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നാളെ പീരിയഡ്സ് ആണ്, പുലവാലായ്മയുള്ളവർ ഇത് ചൊല്ലാമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്നുണ്ടെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം മാത്രം ജപിക്കുക. വേറെ മന്ത്രങ്ങളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഇത് നിങ്ങൾ എപ്പോൾ ശുദ്ധമായിരിക്കുന്നുവോ അപ്പോൾ തൊട്ട് ജപിച്ചു തുടങ്ങാവുന്ന ഒരു മന്ത്രം തന്നെയാണ്. ചൊവ്വാഴ്ച, അതുപോലെ തന്നെ നമുക്ക് കൃത്തിക നക്ഷത്രം തുടങ്ങിയ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പാമ്പൻ സ്വാമിയെക്കുറിച്ചും അരുണഗിരിനാഥർ സ്വാമികളെക്കുറിച്ചും അതുമാത്രമല്ല അഗസ്ത്യ മഹർഷിയെക്കുറിച്ചും കണക്കംപെട്ടി സ്വാമിയെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും താല്പര്യമുണ്ടാകും.
സിദ്ധന്മാരെക്കുറിച്ച് അറിയുവാനായിട്ട്. എനിക്ക് പക്ഷെ പറയുന്ന സമയത്ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാത്തത്. നിങ്ങൾക്ക് വേറെ ആരെക്കുറിച്ചെങ്കിലും ഏതെങ്കിലും സിദ്ധന്മാരെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റുകളിലൂടെ അറിയിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.